മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ മഞ്ജു റെഡിയായി ഇറങ്ങാൻ നേരത്ത് സാഗറിനോട് പറയുന്നുണ്ട്, സാഗറേട്ട എന്നാൽ ഞാൻ ഇറങ്ങുമെന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട്, ആനന്ദ് സാറും കണ്ണൻ സാറും പാത്രം അറിഞ്ഞ് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എന്തായാലും അവരുടെ ഈ നാടകം കലക്കി മഞ്ജുവിൻ്റെ വീട്ടുകാരെയും കരുണയുടെ വീട്ടുകാരെയൊക്കെ പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള ഈ കളി എന്തായാലും നന്നായി എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇനിയിപ്പം ഏടത്തി അമ്മയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ആ കുഞ്ഞിനെ നശിപ്പിക്കാനേ കരുണേടത്തിയുടെ വീട്ടിലുള്ളവരും എൻ്റെ അമ്മയും ശ്രമിക്കുള്ളൂ. കരുണേടത്തിയുടെ അമ്മ മാത്രമേ ലക്ഷ്മി എടുത്തിക്ക് ഒരു കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കണുള്ളൂ, ബാക്കി ആരും അത് ആഗ്രഹിക്കണില്ല. അതുമാത്രമല്ല, ഈ ഒരു നാടകം കളിക്കുന്നത് കൊണ്ട് അവരെ കുറേ നാളത്തേക്ക് വിഡ്ഢികളാക്കാനും പറ്റൂലോ. ആ സമയം സാഗർ പറയുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാ, മഹാലക്ഷ്മി അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മഞ്ജുവിൻ്റെ അമ്മ ആ കുഞ്ഞിനെ നശിപ്പിക്കും. അതുകൊണ്ട് ഇങ്ങനെ വേറെ വേറെ താമസിക്കണതൊക്കെ നല്ലതാണ്. പക്ഷേ കണ്ണൻ സാർ ഒരുപാട് സൂക്ഷിക്കണം. കണ്ണൻ സാറിൻ്റെ സ്വത്തിന് വേണ്ടി കണ്ണൻ സാറിനെ കൊല്ലാനും മഞ്ജുവിൻ്റെ വീട്ടുകാർ മടിക്കില്ല, പ്രത്യേകിച്ച് മേഘനും ഉണ്ണിയും. അത് കേട്ടതും മഞ്ജു പറയുന്നുണ്ട്, അത് സാഗരേട്ടൻ പറഞ്ഞത് നേരെ, ഉണ്ണിയേട്ടനും മേഘനും എന്തായാലും കണ്ണേട്ടനെ കൊന്നിട്ടാണെങ്കിലും ആ സ്വത്തുക്കൾ കൈക്കലാക്കണമെന്ന് തീരുമാനിക്കും. ഇത്രയും ദിവസം കണ്ണേട്ടന് സഹായത്തിനായിട്ട് ഏടത്തി ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഏടത്തിയും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാഗരേട്ട, നമുക്ക് കണ്ണേട്ടനെ ഇങ്ങോട്ട് വിളിച്ചാലോ? ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, കണ്ണൻ സാർ ഇങ്ങോട്ടൊന്നും വരില്ല, എന്തായാലും എൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും കണ്ണൻ സാറിൻ്റെ മേലുണ്ടാവും. നീയും ഓഫീസിൽ വരുമ്പോൾ കണ്ണൻ സാറിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ അതും മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന്. അങ്ങനെ മഞ്ജു എന്തായാലും ഞാൻ ഓഫീസിലേക്ക് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഞ്ജു ആണെങ്കിൽ മഞ്ജുവിൻ്റെ ക്യാബിനിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഉണ്ണി കയറി വരുന്നുണ്ട്. ഉണ്ണി കയറി വരുമ്പോൾ മഞ്ജുവിന് അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം അന്ന് മഞ്ജുവിനെ ഉണ്ണിയുടെ കസേരയിൽ ഇരുത്തിയെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുവായിട്ട് വഴക്കിട്ട് പോയ ആളാണ് ഉണ്ണി. ഇപ്പം എന്തിനായിരിക്കുമോ ഇയാളും കൂടെ വന്നേന്ന് മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയാണെങ്കിൽ വരുന്നത് നല്ല സന്തോഷത്തോടു കൂടിയാണ്. എന്നിട്ട് മഞ്ജുവിൻ്റെ നേരെ കസേര വലിച്ചിട്ടിരുന്നിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു. ആ മഹാലക്ഷ്മിയെ കണ്ണേട്ടൻ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ഇനിയിപ്പോൾ ഒരിക്കലും അവരെ കണ്ണേട്ടൻ വീട്ടിലോട്ട് കയറ്റില്ല. അതുകൊണ്ട് ഇനി കണ്ണേട്ടൻ്റെ സ്വത്തിൻ്റെ ഒരേ അവകാശികൾ നമ്മൾ രണ്ടുപേരും യോജിച്ച് നിന്നാൽ കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം നമ്മളുടെ കയ്യിൽ വന്നു ചേരും. പിന്നെ നമുക്ക് ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതം ജീവിക്കാമെന്ന്. അത് കേട്ടതും മഞ്ജു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയുടെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം എങ്ങനെയെങ്കിലും കണ്ണേട്ടനെ നമ്മുടെ വശത്തേക്കാക്കണം. അതിനുവേണ്ടി എപ്പോഴും ആ മഹാലക്ഷ്മിയുടെ കുറ്റം നമ്മൾ കണ്ണേട്ടനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അവർ ചതിച്ച ചതി ഓർക്കുമ്പോൾ കണ്ണേട്ടൻ എന്തായാലും കണ്ണേട്ടൻ്റെ ഇനിയുള്ള സ്വത്തുക്കളൊക്കെ നമുക്ക് തന്നെ എഴുതി തരും. അതുമാത്രമല്ല, അമ്മാവനും മേഘേട്ടനും കൂടി വേറൊരു കാര്യം കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണ് വരരുതെന്നാണ് അവർ പറയണേ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പെണ്ണ് വരാണെങ്കിൽ തന്നെ അത് കുടുംബത്തിലുള്ള ഒരു പെണ്ണ് മതിയെന്ന് അമ്മാവനും മേഘേട്ടനും പറയണം. ആ സമയത്ത് മഞ്ജു ഈ ഉണ്ണിയുടെ മനസ്സിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അതിന് കുടുംബത്തിൽ ഏതാ പെണ്ണുള്ള ഉണ്ണിയേട്ടാന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വാതിയില്ലേ, സ്വാതിയെ ഇനി കണ്ണേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം. എന്നിട്ട് സ്വാതി കണ്ണേട്ടൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കുമോ? അതിന് സ്വാതി കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ പോകുന്നത് കണ്ണേട്ടൻ്റെ കൂടെ ജീവിക്കാനൊന്നുമല്ല, വെറുതെ ഒരു ഡെമ്മി വിവാഹം മാത്രം. എന്തായാലും അയാൾ വീൽച്ചെറിയിൽ നിന്ന് എഴുന്നേൽക്കൊന്നുമില്ലല്ലോ. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം സ്വാതിയുടെ പേരിലായതിനു ശേഷം സ്വാതിയെ വേറെ വിവാഹം കഴിച്ച് വിടാമെന്നാണ് അമ്മാവനും മേഘേട്ടനും പറയണേന്ന്. അത് കേട്ടതും മഞ്ജുവിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും മഞ്ജു അത് ഉണ്ണിയുടെ മുമ്പിൽ കാണിക്കണമൊന്നുമില്ല. കാരണം ഇവരുടെ പ്ലാനൊക്കെ കൃത്യമാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോ നിങ്ങൾ പ്ലാൻ ചെയ്തേക്കണേന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ വീൽചെയറിലിരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ ഏതെങ്കിലും പെൺകുട്ടികൾ തയ്യാറാവോ? എന്തായാലും അടുത്ത ദിവസം തന്നെ സ്വാതി വീട്ടിലോട്ട് താമസിക്കാൻ വരുമെന്നാണ് പറഞ്ഞതെന്ന്. ആ സമയത്ത് മഞ്ജു ഇവരുടെ പ്ലാനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയെ എതിർക്കണമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും പറഞ്ഞ് ഉണ്ണിയെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുന്നുണ്ട്. ഉണ്ണി പോയി കഴിഞ്ഞതും മഞ്ജു ഫോണെടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ട്. കണ്ണൻ കോളിനെടുത്തത് എന്താ മഞ്ജു എന്ന് ചോദിക്കുമ്പം കണ്ണേട്ടൻ ഒരുപാട് സൂക്ഷിക്കണം. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നത് സ്വാതിയും കൊണ്ട് കണ്ണേട്ടനെ വിവാഹം കഴിപ്പിക്കാനാണ്. അത് വേറൊന്നിനുമല്ല, കണ്ണേട്ടന് ഒരു ജീവിതം കിട്ടാനൊന്നുമല്ല, കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം സ്വാതിയുടെ പേരിലാക്കിയിട്ട് സ്വാതിയെ വേറെ കല്യാണം കഴിച്ച് വിടാനാണ് ഇവരെല്ലാവരും പ്ലാൻ ചെയ്യണം. അതുകൊണ്ട് ഈ അടുത്ത ദിവസം തന്നെ സ്വാതി കമലേശ്വരത്തേക്ക് താമസിക്കാനായിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നിന്നോട് ഇതാരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ ഇവിടെ വന്നിരുന്നു, ഇപ്പോൾ എന്നോട് ഭയങ്കര
സ്നേഹത്തിലാണ് പെരുമാറണം. ഞാനും കൂടി അവരുടെ കൂടെ നിൽക്കുവാണെങ്കിൽ കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുമെന്ന് അവർ പറയണേന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അവരുടെ ആ പ്രതീക്ഷ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നീ ആയിട്ടൊന്നും എതിർക്കാൻ നിൽക്കണ്ട, അവരെന്താ പ്ലാൻ ചെയ്യണേന്ന് മനസ്സിലാക്കാമല്ലോ എന്ന്. ഇതേ സമയം നമ്മളുടെ സീമന്തിനെയാണെങ്കിൽ സ്വാതിയോട് പറയുന്നുണ്ട്, മോളെ ഇനി നീ ഒട്ടും അമാന്തിച്ച് നിൽക്കണ്ട, ഇന്ന് തന്നെ നീ കമലേശ്വരത്തേക്ക് ചെല്ല്, അവിടെ ചെന്നിട്ട് കണ്ണൻ്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്ക്. അപ്പോൾ കണ്ണന് നിന്നോടൊരു സഹതാപവും ഇഷ്ടമൊക്കെ തോന്നും. അതിനുശേഷം നമുക്ക് നിൻ്റെ കല്യാണക്കാര്യം കണ്ണനോട് സംസാരിക്കാം. ആ സമയത്ത് സ്വാതി പറയുന്നുണ്ട്, എന്തായാലും ഇതുപോലെ ഒരു ചതി പറ്റിയ സ്ഥിതിക്ക് കണ്ണേട്ടൻ ഇനി മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമോ അമ്മയെന്ന് ചോദിക്കുമ്പം അതൊക്കെ അച്ഛനും അപ്പച്ചിയും പറഞ്ഞ് സമ്മതിപ്പിച്ചോളും, നീ എന്തായാലും ഇപ്പം കമലേശ്വരത്തേക്ക് ചെല്ലാൻ നോക്കുന്നു. അങ്ങനെ നമ്മളുടെ സ്വാതിയാണെങ്കിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് മേഘനാഥനോടും വാമദേവനോടും പറഞ്ഞിട്ട് കമലേശ്വരത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ദുർഗയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, ഇന്ന് സ്വാതി ഇങ്ങോട്ട് വരും, ഇനി കുറച്ച് നാളത്തേക്ക് സ്വാതി ഇവിടെ തന്നെ താമസിക്കുന്നത്, എങ്ങനെയെങ്കിലും കണ്ണനെയും സ്വാതിനെയും തമ്മിലുള്ള വിവാഹം നടത്തണം. അങ്ങനെ ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം നമ്മളുടെ കയ്യിലേക്ക് വന്നു ചേരും. അതിനുശേഷം സ്വാതി വേറെ ഏതെങ്കിലും നല്ല ഒരാളെ കല്യാണം കഴിച്ച് പോയിക്കോളൂ. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, അതിന് അയാൾ ഇനിയൊരു വിവാഹത്തിന് സമ്മതിക്കും അമ്മയെന്ന് ചോദിക്കുമ്പം നമ്മളെല്ലാവരും ചേർന്ന് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അവരെയും കൊണ്ട് ഈ വിവാഹം കഴിപ്പിക്കണം, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതിന് കണ്ണേട്ടൻ്റെ സ്വത്തെന്ന് പറഞ്ഞാൽ പകുതി കൂടുതൽ സ്വത്തുക്കളും ഇപ്പോൾ ആ ലക്ഷ്മിയുടെ പേരിലല്ലേ എന്ന് ചോദിക്കുമ്പം അത് നമുക്ക് എങ്ങനെയെങ്കിലും അവളിൽ നിന്നും തിരിച്ചെഴുതി വാങ്ങണം, എന്നിട്ട് ആ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിലേക്ക് ആക്കണമെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് സ്വാതി വരുന്നുണ്ട്. സ്വാതിയെ കണ്ടതും ദുർഗയാണെങ്കിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സ്വാതിയോട് പറയുന്നുണ്ട്, ഇനി മുതൽ കണ്ണൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് മോളിനി കുറച്ച് നാളത്തേക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി. ആ സമയം ഈ സ്വാതി ചോദിക്കുന്നുണ്ട്, ഇനി കണ്ണേട്ടൻ വിവാഹത്തിനൊക്കെ സമ്മതിക്കും അപ്പച്ചിയെന്ന് ചോദിക്കുമ്പം അതൊക്കെ നമ്മൾ പറഞ്ഞ് സമ്മതിപ്പിക്കും. അതിന് ഇത് ശരിക്കും ഒരു വിവാഹമൊന്നും അല്ലല്ലോ, അവൻ്റെ സ്വത്തുക്കൾ മോളുടെ കയ്യിലേക്ക് വരാൻ വേണ്ടിയിട്ട് മോൾ അവൻ്റെ ഭാര്യ ആവണമെന്നല്ലേ ഉള്ളൂ. അതിന് അവരുമായിട്ടുള്ള വിവാഹബന്ധം വേർപെട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പം അതൊക്കെ നമുക്ക് വേർപെടുത്താം, അതിനൊന്നും വലിയ പാടൊന്നുമില്ല. ഇപ്പം തന്നെ അവനക്ക് അവളുടെ കാര്യം കേൾക്കണതേ ഇഷ്ടമല്ല. ഈ ഒരു സമയത്ത് നീ അവൻ്റെ കൂടെ നിന്നാൽ എന്തായാലും നിന്നോട് അവനക്കൊരു ഇഷ്ടം ഉണ്ടാവും, അപ്പം നീയും അവനുമായിട്ടുള്ള വിവാഹം നടക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് കണ്ണൻ്റെ സ്വത്തുക്കൾ കൈവിട്ട് പോകുന്നുള്ള പേടിയൊന്നും വേണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് കണ്ണനാണെങ്കിൽ ഇങ്ങനെ റൂമിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഡോറ് തുറന്ന് ആരോ വരുന്നത് പോലെ തോന്നിയിട്ട് കണ്ണൻ നോക്കുമ്പോൾ സ്വാതിനെയാണ് കാണുന്നത്. സ്വാതി ആണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. അത് കണ്ടതും കണ്ണനക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാലും കണ്ണൻ ആ ദേഷ്യമൊന്നും പുറത്ത് കാണിക്കാതെ, നീ എപ്പോഴാണ് വന്നേ സ്വാതി, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ണേട്ടനുള്ള ജ്യൂസുമായിട്ട് വന്നതാന്ന് പറയണം. ആ സമയത്ത് നീ എന്തിനാ എനിക്കുള്ള ജ്യൂസുമായിട്ട് വന്നതെന്ന് ചോദിക്കുമ്പം ഇപ്പം ലക്ഷ്മി ആണെങ്കിൽ കണ്ണേട്ടനെ ചതിച്ചിട്ട് പോയില്ലേ, ഇനി കണ്ണേട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആരുമില്ലല്ലോ, അതുകൊണ്ട് അച്ഛനും അമ്മയും മേഘേട്ടനും പറഞ്ഞത് എന്നോട് ഇവിടെ നിന്ന് കണ്ണേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണ്. അത് കേട്ടതും കണ്ണനക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല മഞ്ജു കണ്ണനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കണ്ണൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പ്രത്യേകിച്ച് ആരുടെയും ആവശ്യമൊന്നുമില്ല, നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്നോ, പക്ഷേ എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നിൽക്കുമൊന്നും വേണ്ട. ആ സമയത്ത് സ്വാതിയും ഈ മഹാലക്ഷ്മിയെ കുറ്റം പറയുന്നുണ്ട്. എന്തായാലും അവളാൾ ശരിയല്ല എന്ന് മേഘേട്ടൻ ആദ്യം തന്നെ കണ്ണേട്ടനോട് പറഞ്ഞതല്ലേ, അന്ന് അവളുടെ വാക്ക് കേട്ട് കണ്ണേട്ടൻ മേഘേട്ടനെ സംശയിച്ചു, അവളെ വിശ്വസിച്ച് കൂടെ നിർത്തി, എന്നിട്ട് സ്വത്തൊക്കെ അവളുടെ പേരിൽ എഴുതി കൊടുത്തു. ഇപ്പോൾ എങ്ങനെയുണ്ട്, അവൾ ഇപ്പോൾ അമ്മയാവാൻ പോകുന്നു, മിക്കവാറും അനന്തുവേട്ടൻ്റെ കുഞ്ഞായിരിക്കും അവളുടെ വയറ്റിരുന്ന്. അത് കേട്ടതും കണ്ണനക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ സ്വാതിയോട് പറയുന്നുണ്ട്, എനിക്ക് ഈ വക സംസാരമൊന്നും കേൾക്കാൻ താല്പര്യമില്ല, നീ ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് പൊയ്ക്കുമെന്ന്. പിന്നീട് കണ്ണനാണെങ്കിൽ സ്വാതി പോയതും ആ ജ്യൂസ് കുടിക്കണമൊന്നുമില്ല, ആ ജ്യൂസ് എടുത്ത് ഊറ്റിക്കളഞ്ഞിട്ട് ആ ഗ്ലാസ് അവിടെ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഓഫീസിലോട്ട് പോകാനായിട്ട് ഇറങ്ങി വരാണ്. ആ സമയത്ത് ദുർഗ വന്നിട്ട് മോനെ നീ എവിടെ പോകാമെന്ന് ചോദിക്കുമ്പം എന്താ അമ്മ അങ്ങനെ ചോദിക്കണേ, ഞാൻ എന്നും ഓഫീസിൽ പോണതല്ലേ, ഇന്ന് ഞാൻ ഓഫീസിലേക്ക് തന്നെ പോകുകയെന്ന് പറയണം. അങ്ങനെ കണ്ണൻ പോയി കഴിഞ്ഞതും ദുർഗ സ്വാതിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അവൻ പോണത്, ഇനി മുതൽ നീയും അവൻ്റെ കൂടെ ഓഫീസിലോട്ട് പോകണമെന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് മേഘനാണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. മേഘനെ കണ്ടതും കണ്ണനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും കണ്ണനത് പുറമേ കാണിക്കുന്നില്ല. എന്നിട്ട് മേഘൻ കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടാ കണ്ണ, അവൾ വിശ്വസിക്കാൻ കൊള്ളാത്തവളാ, ചതിക്കൂന്ന്, അന്ന് നീ എന്നെ കുറ്റപ്പെടുത്തി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു,
ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. എന്തായാലും നീ അവൾക്ക് സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തത് വലിയ മണ്ടത്തരമായി പോയി എന്ന് വിചാരിച്ച് നീ വിഷമിക്കുകയൊന്നും വേണ്ട. ആ സ്വത്തുക്കളൊക്കെ നമുക്ക് തിരിച്ച് വാങ്ങാടാ. അത് മാത്രമല്ല, നീ മഹാലക്ഷ്മിയെ പോലെ തന്നെ വെറുക്കേണ്ട 2 പേരും കൂടി ഉണ്ട്, അനന്തും അവൻ്റെ ഭാര്യ ലേഖയും. അവർ രണ്ടുപേരും ഒത്തോണ്ടായിരിക്കും ഈ ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ലേഖയ്ക്ക് എന്തായാലും ഒരമ്മയാവാൻ കഴിയില്ല എന്ന് ലേഖയ്ക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ അവളുടെ ഭർത്താവിനും അവൾക്കും ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അവൾ മഹാലക്ഷ്മിയെ കരുവാക്കിയതായിരിക്കും. അതുകൊണ്ട് നീ അവരെയും ശത്രുവായിട്ടേ നീ കാണാവുള്ളൂ. ആ സമയത്ത് കണ്ണനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും കണ്ണനൊന്നും പറയുന്നില്ല. എന്നിട്ട് കണ്ണൻ മേഘനോട് പറയുന്നുണ്ട്, എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പം, അതല്ലടാ കണ്ണ, നിന്നെ ചതച്ച അവളെ വെറുതെ വിടരുത്. അവൾക്കുടെ പേരിൽ എഴുതി കൊടുത്തിരിക്കുന്ന സ്വത്തുക്കളെല്ലാം തിരിച്ചെഴുതി മേടിച്ചിട്ട് അവളെ നമുക്ക് ചുട്ട് കളയാടാന്ന്. അത് കേട്ടതും കണ്ണനൊക്കെയാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും കണ്ണൻ തിരിച്ചൊന്നും പറയാതെ മേഘൻ്റെ നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.